ഇറച്ചി എന്ന് പറയുന്ന സാധനം കഴുകിയിട്ടാണ് പാകം ചെയ്യേണ്ടത് എന്ന് ശരീഅത്തുൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ അത്യാവശ്യം മദ്രസ പോയതല്ലേ, ഏതെങ്കിലും ബുക്കിലുണ്ടെങ്കിൽ കൊണ്ട് ഇന്ന് ഈ വയൽ അവസാനിപ്പിക്കും. ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇറച്ചി കഴുകാന്ന് നിന്നാൽ ആദ്യം ഒന്ന് കഴുകി മുറിച്ചാൽ പിന്നെയും ചോര ഉണ്ടാവില്ല, അപ്പൊ പിന്നെയും കഴുകണ്ടേ? ആ ചോര അതിൻ്റെ ഉള്ളിലുള്ള തന്നെയല്ലേ. പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ഒന്നുകൂടി മുറിച്ചാൽ പിന്നെയും ചോര ഉണ്ടാവില്ല, എന്നപ്പോ തീരാ. ഇറച്ചി കഴുകാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളൊന്ന് കഴുകും, അതെന്തിനാ? മനസ്സിന് റാഹത്ത് കിട്ടാന്. അത് വല്ലാതെ ടാങ്കിത്തെ വെള്ളമൊന്നും കളയണ്ട, 1-2 വട്ടം കഴുകുക എന്നുള്ളൂ. കഴുകാം. അതേ സമയത്ത് അതിൽ നിന്ന് ചോര മാത്രം എടുത്തുകൊണ്ട് കുടിക്കാൻ പാടില്ല, അതിന്റെ ഹുക്കുമ മാറും. ഇറച്ചിയുടെ കൂടെയുള്ള ചോരയാണെങ്കിൽ ഇറച്ചിന്റെ ഹുക്കുമാണുള്ളത്. ചോര മാത്രം എടുത്ത് കുടിച്ചാൽ അതിന്റെ ഹുക്കുമ മാറി, അതിന് ചോരയുടെ ഹുക്കുമാണുള്ളത്. അപ്പോൾ നജസാണ്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ മാതിരി തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ നളാഫത്ത് വൃത്തി എന്ന് പറഞ്ഞാല് രാവിലെ ഇറച്ചിന് കൊടുത്തിട്ട് വൈകുന്നേരം വരെ കെഗ്ഗന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ പേര് വസ്വാസാണ്. ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് തുഹറിന് ഉറപ്പ് വേണമെന്നല്ല, നജസിന് ഉറപ്പ് വേണമെന്നാണ്. ഈ സാധനം നജസാണെന്ന് ഉറപ്പാണെങ്കിൽ കഴുകേണ്ടി വരും. നജസാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം ത്വാഹിറാണ്. ഉറപ്പ് എന്ന് പറഞ്ഞാൽ 100%, സംശയം എന്ന് പറഞ്ഞാൽ 99%. ഈ സാധനം നജസാണെന്ന് 99% തോന്നിയാലും കഴുകണ്ട. 100% മനസ്സിലായിട്ടുണ്ട് നജസായിട്ടുണ്ട് എന്ന്, എന്നാൽ കഴുകണം. 100% ആവാത്ത കാലത്തോളം ഈ സാധനം ശുദ്ധിയുള്ളതാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോ നേരം വെളുത്താല് ആദ്യത്തെ പരിപാടി സിറ്റൗട്ട് മണ്ണിട്ട് കഴുകല. നേരം വെളുത്ത ആദ്യത്തെ പരിപാടി എന്താണ്? സിറ്റൗട്ട് മണ്ണിട്ട് കഴുകലാണ്. നായനോട് ഇത്ര വലിയ ദേഷ്യമൊന്നും ആവശ്യമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്നും മണ്ണിട്ട വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ സമയത്ത് നായനെ കണ്ടോടത്ത് വെച്ച് കല്ലെടുത്തെറിയണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വെറുതെ ഇല്ലാത്ത പറയണ എന്തിനാവശ്യം? സത്യത്തിൽ നായക്കും നായയുടേതായ പ്രത്യേകതകളുണ്ട്. പിശാചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യന് ബോധനം നൽകുന്ന ഏക ജീവി നായൻ. പിശാച് ബാങ്ക് കൊടുക്കുമ്പോ നായ ഒച്ച ഉണ്ടാക്കും. എന്താ കാര്യം? ശൈത്താൻ ഓടുന്ന കണ്ടിട്ട്. പിശാചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യന് അറിയിപ്പ് നൽകുന്ന ഏക ജീവിയാണ് യഥാർത്ഥത്തിൽ നായ. പഴയ കാലത്തെ ആൾക്കാർ നായനെ നേർക്ക് നേരെ എറിയില്ലായിരുന്നു എന്നാണ്. ഇവിടെ നായ പോകാൻ അങ്ങോട്ട് എറിയുള്ളൂ. അപ്പൊ ഒച്ചപ്പാട് കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നായകളെ നേർക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞിരുന്നില്ല. നമുക്ക് നായനോട് എന്തൊക്കെയോ ഒരു ശത്രുത വന്നു ചേർന്നിട്ടുണ്ട്. സംഗതി നജസ് തന്നെയാണ്, ശത്രുതയൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട റഈസുൽ ആശിഖീൻ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് വിലായത്തിന്റെ വലിയ സ്ഥാനം വാങ്ങിക്കൊടുത്തത് ഒരു നായയായിരുന്നു. ആലിമാണ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ആരിഫാണ്, സൂഫിയാണ്, വലിയാണ്, എല്ലാമായിരുന്നു. എന്നാൽ അൽ അഖ്താബുൽ അർബഅ എന്ന് പറയുന്ന 4 ഖുതുബുകളിൽ ഒരാളായി. 4 ഖുതുബുകളാണ് ലോകത്തുണ്ടായത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു. 5 അഭിപ്രായമുണ്ട്. അത് പരിഗണിച്ചാൽ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു. 5 ഖുതുബുകൾ. അതിലൊരാളാണ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ അൽ അഖ്താബുൽ അർബഇലെ ഒരാളായി ഉയർത്തിയതിന്റെ പിന്നിൽ ഒരു നായയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ദിവസം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കിയപ്പോ വീടിന്റെ മുന്നിൽ ചൊറി പിടിച്ച ഒരു നായയെ കണ്ടു. അല്ലാഹു എന്റെ ഖൽബിൽ റഹ്മത്തുണ്ടോ, വാത്സല്യമുണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കുമെന്ന് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു തോന്നി. മഹാനവർകൾ പുഴയിൽ കൊണ്ടുപോയി ആ നായയെ കുളിപ്പിച്ചു. ആ നായക്ക് ഭക്ഷണം കൊടുത്തു, അതിന് വെള്ളവും കൊടുത്തു, അതിനെ പരിപാലിച്ചു. രാവിലെ ശിഷ്യന്മാര് വന്നു നോക്കുമ്പോ ശൈഖുനാന്റെ പേരന്റെ മുമ്പിൽ ഒരു നായിനെ കണ്ടു. സ്വാഭാവികമായും അവർക്ക് ദേഷ്യം വന്നു. ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, വീട്ടുകാരൻ വിരുന്നുകാരന്റെ അടിമയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരൻ വിരുന്നുകാരന്റെ അടിമയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്.
എന്റെ വീട്ടിലേക്ക് ഒരു നായ വിരുന്ന് വന്നിരിക്കുന്നു. വിരുന്ന് അവസാനിപ്പിച്ച് നായ പോകുന്നത് വരെയും ഞാൻ ഈ നായയുടെ അടിമയാണ് എന്ന് പറഞ്ഞതാണ് 4 കുത്തുബുകളിൽ ഒരാളായി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉയർത്തിയത്. ആ മനുഷ്യന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 500-ൽ റൗള ഷരീഫിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു റൗളയുടെ അടുക്കൽ ചെന്നപ്പോൾ ഒരു പാട്ടുപാടി. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഫ്ലാ ബിഹാ ശഫതിഹി. പുന്നാര നബിയെ, അങ്ങകല വിദൂരതയിൽ നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, എന്റെ ആത്മാവ് മദീനയിൽ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുത്തിമണർത്ത് ഇവിടത്തെ വിവരങ്ങൾ എന്നോട് പറഞ്ഞു തരാറുണ്ട്. നബിയെ, ഇന്നിതാ അഹമ്മദ് അവന്റെ ശരീരവുമായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ട താമസം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തു എന്നും ഹിജ്റ 500-ലായിരുന്നു സംഭവമെന്നും ഒരുപാട് ആളുകൾ അത് കാണുകയുണ്ടായി എന്നും ചരിത്രത്തിൽ കാണാം. ഞാൻ ഈ ചൊല്ലിയ ബൈത്ത് റിഫായി മൗലിദിലുണ്ട്. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഫ്ലാ ബിഹാ ശഫതി. നബിയെ, നിങ്ങളുടെ കൈ ഒന്ന് നീട്ടി തന്നാൽ എനിക്കെന്റെ ചുണ്ട് നിങ്ങളുടെ കൈയോടൊന്ന് ചേർത്തി വെച്ചുകൂടെ എന്നാണ് ചോദ്യം. കൈയിട്ട് കൊടുത്തു. എന്തേ പ്രവർത്തകത? അപ്പൊ എന്താ ഞാൻ പറയാൻ കാരണം എന്നറിയങ്ങള്, അങ്ങനെ ഒരു ശത്രുതൊന്നും നമുക്ക് ആവശ്യമില്ല. വസ്വാസ് വേണ്ട. നജസിന്റെ കാര്യത്തിൽ ഉറപ്പ് വളരെ പ്രധാനമാണ്. എന്തോ ഒന്ന് കയറാൻ സാധ്യതയുണ്ട് എന്നതിനൊന്നും കഴുകേണ്ട ആവശ്യമില്ല. കാലിന്റെ അടയാളം കാണാണ്ട് പൂച്ചയുടെ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ കഴുകേണ്ടതില്ല. കാലിന്റെ അടയാളമുണ്ട്, പക്ഷെ മുറ്റത്ത് നനവില്ലാത്തത് കൊണ്ട് നായയുടെ കാലിലൂടെ പൊടിമണ്ണ് വന്നതായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കഴുകണ്ട. തൊഹാറത്തിന്റെ ചെറിയ സാധ്യതയുണ്ടെങ്കിൽ കഴുകണ്ട. നജസിന്റെ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം കഴുകാനേ ശരീഅത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നതാണ്. ഇസ്ലാമിക ശരീഅത്ത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വൃത്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് വസ്വാസം ഉണ്ടാക്കണ്ട. സാലിം ബൈസിലെ വയത് കേട്ടത് ഉള്ള വസ്വാസം മാറാനായിരിക്കണം, വസ്വാസം ഉണ്ടാവാനാകരുത്. ഇതാണ് പറഞ്ഞതിന്റെ ചുറ്റും. എന്തായാലും വൃത്തി ഈമാന്റെ ഭാഗമാണ്. വൃത്തിക്ക് ചില അടയാളങ്ങളുണ്ട്. വൃത്തിക്ക് ഒരുപാട് അടയാളമുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ അടയാളം. ഒരു ഹോട്ടലിൽ ചെന്നാല് ഹോട്ടൽ വൃത്തി ഉണ്ടോ ഇല്ലയോ നോക്കാൻ ബാത്റൂം കയറി നോക്കിയാൽ മതി. ഹോട്ടലില് ബാത്റൂമാണ്, പള്ളിയിലും ബാത്റൂമാണ്. ഒരു പള്ളി വൃത്തി ഉണ്ടോ നോക്കാനും നോക്കേണ്ട സ്ഥലം ബാത്റൂമാണ്. നല്ല 1-ാം തരം ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ള 8 ബാത്റൂം ഉണ്ട്. അവസാനം വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി കമ്മറ്റിക്കാർ പിശുക്കന്മാരാണ്. അതെന്നെ സംഗതി. ഞാൻ ഇവിടെ പോയി നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാലോ. പോയി നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറയാൻ കഴിഞ്ഞോണമെന്നില്ല. കാരണം ഒരു കോപ്പക്ക് 25 റുപ്യാണ് വില. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടും. അത് പൈന്റിന് അളുക്ക് വെക്കാൻ പാടില്ല. പൈന്റിന്റെ അളുക്ക് തൂക്കി വെക്കുക, അതിനുള്ളതാണ്. പൈന്റിന്റെ അളുക്ക് തൂക്കി വിറ്റിട്ട് കോപ്പ വാങ്ങിയിട്ട് കൊടുന്നേക്കണം. അതും 10 കൊല്ലമായ കോപ്പയൊന്നും പറ്റൂല, അട്ടപ്പാറ പിടിച്ചൊന്നും പറ്റൂല. ഏറിയ 3 കൊല്ലം, ആ 3-ാമത്തെ റമദാൻ മാസത്തിൽ മാറ്റണം. എന്നിട്ട് പഴയത് തൂക്കി വെക്കുക. നമ്മൾ തിന്ന് പൈസ ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചാ അട്ടപ്പാറ കെട്ടിയ കോപ്പ നമ്മൾ പെരയിൽ ഉപയോഗിക്കൂലല്ലോ. അപ്പൊ നമ്മളെ പള്ളിക്കും പറ്റൂല. പെരയെ പറ്റാത്ത ഒന്നും പള്ളിക്കും പറ്റൂല. അതന്നെ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഉഷാറായിട്ട് പറയാട്ടോ. പോയി നോക്കിയാൽ ചിലപ്പം പറയണതിനൊരു പരിമിതി ഉണ്ടാവും. ഇതന്നെ സംഗതി. അപ്പൊ പള്ളിയിലും ബാത്റൂമാണ് നോക്കണത്. വീട്ടിലതല്ല. വീട്ടിൽ വേറെ സ്ഥലം. വീട്ടില് ഒരു വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ബെഡ്റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യാറിയോ, വിരുന്നേര് വരുമ്പോ ബെഡ്റൂമിന്റെ വാതിൽ വേണ്ട അടക്കും.
എന്താ അത് പുതപ്പ് ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയാണ്ട് അങ്ങട്ടാണ് ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂമിലാണ് കൊണ്ടുവയ്ക്കുക. ബെഡ്റൂമിന്റെ കട്ടിലിൻ്റെ ഒട്ടിൽ കുറെ ഉണ്ടാവും, റാക്കിൻ്റെ ഒട്ട് കുറെ ഉണ്ടാവും, മൊത്തം വേസ്റ്റ് ആവും. ഏറ്റവും വൃത്തി ഉണ്ടായിരിക്കേണ്ട സ്ഥലം വീട്ടിൽ ബെഡ്റൂമാണ്. ബെഡ്റൂം വൃത്തി ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. ഒന്ന്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വിരിപ്പ് കിടക്കുമ്പോൾ വിരിച്ച മാതിരി വിരിക്കുക, നന്നായി വിരിച്ചിട്ട് സൈഡൊക്കെ തിരിക്കുക. രണ്ടാമത്, പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ കാലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയുടെ മേലെയോ വെച്ചാൽ ബെഡ്റൂം വൃത്തിയായി. അത്രേ ചെയ്യേണ്ടുള്ളൂ, അല്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും വീടിന്റെ വൃത്തി തീരുമാനിക്കുന്നത് ബെഡ്റൂമാണ്. ഇന്ന് മുതൽ മാറ്റം ഉണ്ടായിരിക്കണം. ഈ പറയണത് നിങ്ങളെ പെരയിൽ ഉണ്ടാവുമോ? എന്നാലേ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മനുഷ്യന്മാരെ ഉണ്ടാവുമോ? ആണുങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നിങ്ങളല്ലല്ലോ ചെയ്യാനുള്ളത്. ഉണ്ടാവില്ലേ? ആ, ഉണ്ടാകണം. എന്നാലേ ഇപ്പൊ ഇതുകൊണ്ട് കാര്യമുള്ളല്ലേ. ഇപ്പൊ കുറെ സമയം പോയി എന്നല്ലാതെ എന്താ. അങ്ങനെയാണ് ഓരോന്നിനും ഓരോ സ്ഥലം. ഒരു മനുഷ്യന്റെ ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുക എങ്ങനെയാണ്? ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ഇപ്പൊ നോക്കണ്ട പ്രശ്നമാവും. ഇപ്പൊ നോക്കണ്ട, അങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ആരും നോക്കണ്ട. ഒരാളുടെ ശരീരം വൃത്തിയുണ്ടോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് അയാളെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ചെരുപ്പ് വൃത്തിയുള്ളവന്റെ കാല് വൃത്തിയായിരിക്കും. കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശരീരം വൃത്തിയുണ്ട് എന്നതിന്റെ മാനദണ്ഡം ചെരുപ്പ് വൃത്തിയുണ്ടോ എന്നതാണ്. വൃത്തിയുള്ള ചെരുപ്പ് ധരിക്കണം, വൃത്തിയാക്കിയിട്ട് ധരിക്കണം. അങ്ങനെ തന്നെ. ഇങ്ങനെ ഓരോന്നിനും അടയാളമുണ്ട്. എല്ലാറ്റിനും അടയാളമില്ലാത്ത ഒന്നുമില്ല. ദുന്യാവിലുമില്ല, ആഖിറത്തിലുമില്ല അടയാളമില്ലാത്ത. എല്ലാറ്റിനും അടയാളമുണ്ട് എന്നാണ്. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടുന്നതാണ്. മിൻ ആസാരിൽ വുദൂ, വുദൂഇന്റെ അടയാളം. കാരണം ഒതുണ്ടാക്കിയ ആൾക്കാര് നിന്നെ ഈ വുദൂഇനെ ശരിക്കും ഈമാനുമേണ് ബന്ധിച്ചിട്ടുള്ളത്. അത്വഹാറത്തു മിനൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വുദൂ ഈമാനുമേ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. വുദൂ ഈമാനുമേണ് കണക്ട് ചെയ്തത്. പരമാവധി സമയം വുദൂ ഉള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വിഷയം ചെയ്യുമ്പോൾ വുദൂയോടുകൂടെ ചെയ്യണം. നിസ്കരിക്കാൻ മാത്രമല്ല വുദൂ. ഒരു കല്യാണ നിശ്ചയത്തിന് പോവുകയാണ്, ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ്ട് പോവുക. സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി പോവുകയാണ്, ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ വിഷയങ്ങൾക്കും വുദൂ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. വുദൂ ദായിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം, വുദൂയോടെ കൂടെ മരിക്കാം. എന്തായാലും അസ്രായേൽ വരുമല്ലോ. അസ്രായേൽ വരും. വന്നുകാണ്ട് അസ്സലാമു അലൈക്കും ഞാൻ അസ്രായേലാണെന്ന് പറയുമ്പോൾ ഒരു വുദൂവെങ്കിലും ഞമ്മക്കുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും ഉണ്ടാവും. ആയിക്കോട്ടെ, എന്ത് ഒന്നുമില്ലെങ്കിൽ ഒരു വുദൂ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. വുദൂ ദായിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം വുദൂവോടുകൂടെ മരിക്കാമെന്നതാണ്. രാവിലെ ഒടുക്കലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു വുദൂ ഉണ്ടാക്കിയാണ്ട് ഒന്ന് മൂത്രമൊഴിച്ച്, മൂത്രം നമ്മളെന്തായാലും ഒഴിക്കും, ഒരു വുദൂം കൂടി ഉണ്ടാക്കിയാണ്ട് ഇറങ്ങാം. അങ്ങനെ എല്ലാ പ്രധാന വിഷയങ്ങൾക്കും വുദൂ ചെയ്യാം. ഞാൻ വുദൂ ചെയ്തിട്ടാണ് പ്രസംഗിക്കാറുള്ളത്. വലുതാൻ വേണ്ടി പറഞ്ഞതല്ല. ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം കാണും. എന്ത് സംഗതിയാണെങ്കിലും ചെറുതാവട്ടെ. ഒന്നുമില്ല, രാവിലെ പാടത്തേക്ക് നമ്മൾ വരമ്പെക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു വുദൂ ഉണ്ടാക്കിയാണ്ടാണ് പോവുക. കുറച്ച് കഴിഞ്ഞാൽ മുറി എന്നുള്ള പ്രശ്നമൊന്നുമല്ല. കുറച്ച് കഴിഞ്ഞാൽ മുറിയിലേന്ന് ചോദിച്ചാൽ മുറിഞ്ഞോട്ടെ അപ്പോഴല്ലേ. എന്നാലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വുദൂ ഉണ്ടാക്കി കണ്ട് ചെയ്യാം. രാവിലെ ഓട്ടോറിക്ഷ അങ്ങാടിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഓടാൻ വേണ്ടി പോവുകയാണ്, ഒരു വുദൂ ഉണ്ടാക്കിയാണ്ടാണ് പോവുക. അങ്ങനെ ഓരോന്ന് എണ്ണിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എണ്ണുകയാണ് ഞാൻ. എന്തൊരു കാര്യത്തിനും വുദൂ ഉണ്ടാക്കുക. എന്തേ? ഈമാൻ വലുതാവും. അത്വഹാറത്തു മിനൽ ഈമാൻ, ശുദ്ധി ഈമാനിൽ പെട്ടതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പറയാൻ കാരണം എന്തേന്നറിയ? നിങ്ങൾ മഹ്ശറയിൽ വുദൂ ഉള്ളവർ വരുമ്പോൾ അടയാളമുണ്ടായിരിക്കും. ബാങ്ക് വിളിക്കുന്നവർ മഹ്ശറയിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ മഹ്ശറയിൽ വരുമ്പോൾ, മഹ്ശറയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഒരേ മാതിരിക്കാരം. ചില ആളുകളുടെ മാത്രം തല ഇങ്ങനെ ഉയരത്തിൽ കാണും. എടുത്തു കാണിക്കാന്ന് പറയില്ലേ നമ്മള്. ചില മനുഷ്യന്മാർ സഹസിലിരുന്നാൽ എടുത്തു കാണിക്കും എന്ന് പറഞ്ഞാൽ എന്ന മാതിരി മഹ്ശറയിൽ ചിലവരെ എടുത്തു കാണിക്കും.
അവർ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആൾക്കാരേക്കാരം. അതുകൊണ്ട് ബാങ്ക് കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം. ബാങ്ക് കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം. പള്ളി ജോലിക്കാരിൽ ഏറ്റവും പവിത്രതയുള്ള ആള് ബാങ്ക് കൊടുക്കുന്ന ആളാണ്. ഞാൻ ഖത്തീബാണ്. ഖത്തീബിനേക്കാൾ പ്രാധാന്യമുള്ളത് മുക്രിക്കാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ദഅവത്താണ് ബാങ്ക്. അല്ലാഹുമ്മ റബ്ബാദിഹി ദഅവത്തി താമ്മ. ഈ ഏറ്റവും പരിപൂർണമായ ദഅവത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ എന്നാണ് ബാങ്കിന് ശേഷം നാം പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ദഅവത്ത് ബാങ്കാണ്. അതിന് വേറൊരു പ്രത്യേകതയുമുണ്ട്. അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിട്ടില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിട്ടില്ല. ഈസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിട്ടില്ല. ബാങ്ക് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഈ ഉമ്മത്തിന് പ്രത്യേകമായുള്ളത് എന്താണോ അതാണ് നമ്മുടെ പോരിശ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ബാങ്ക് കൊടുക്കലില്ല. വേഗം ചെന്നുകാണ്ട് അല്ലാഹു അക്ബർ തക്ബീറട്ടലാണ്, ബാങ്ക് കൊടുക്കൂല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ബാങ്ക്. അതുകൊണ്ട് പോരിശ ഇട്ടണമെങ്കിൽ ബാങ്ക് കൊടുക്കണം. ബാങ്ക് ഇഖാമത്തും ഈ ഉമ്മത്തിന്റെ പോരിശയാണ്. മറ്റൊരുപാട് ഉമ്മത്തുകൾ ലോകത്ത് കഴിഞ്ഞു പോയതിൽ പല ഉമ്മത്തിനും നിസ്കാരമുണ്ട്, പക്ഷേ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല. ബാങ്ക് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. പരിപൂർണമായ ദഅവത്ത് എന്നതാണ് ബാങ്കിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാശറയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്നാണ്. പണ്ടൊക്കെ പള്ളിക്കത്തെ മൊല്ലാക്കാർ വരുന്നുണ്ടാല് പീഡിയക്കൊലയുമുള്ളവരൊക്കെ നീച്ചു നീന്നു. നമ്മളെ വല്യപ്പാര് ഒരു നല്ല മനുഷ്യന്മാരായിരുന്നു. ഇപ്പൊ മല്ലാക്കല്ല മൂല്യര് വന്നാൽ തന്നെ നമ്മൾ നീച്ചൂല. പണ്ടൊക്കെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, മല്ലാക്കാർ വരുമ്പോ പീഡിയക്കൊലയുമുള്ള ആൾക്കാരൊക്കെ നീച്ചിക്കും. മല്ലാക്കൊരു വടി ഉണ്ടാവുമല്ലോ, ആ വടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തണ ഒച്ചാട്ടാ തന്നെ നീച്ചിട്ടുണ്ടാവും അവിടെ. പിന്നെ മൂപ്പര് പോയിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഓൽക്ക് അതിൻ്റെ ഒക്കെ ഗുണം ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് വിവരം വളരെ കൂടുതലാണല്ലോ. ചിലപ്പം വിവരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ട്. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ത്വഹാറത്ത് ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും അടയാളം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആഖിറത്തിലുണ്ട്, ദുനിയാവിലുണ്ട്.